നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 12-02 ധനുരാശി. നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കൊല്ലവർഷം 12-02 ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ നൽകുന്ന വർഷമാണ്. ഔദ്യോഗിക രംഗത്ത് മികച്ച തൊഴിൽ പുരോഗതിയും പുതിയ സാമ്പത്തിക വരുമാന സ്രോതസ്സുകളും ഒത്തുവരുമെങ്കിലും വരവിനൊപ്പം അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കരിയറിൽ പുതിയ പദവികളും സ്ഥാനക്കയറ്റവും സ്വന്തമാക്കാനും ആത്മീയ തീർത്ഥാടന യാത്രകൾ നടത്താനും സാധിക്കും. എങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2027 ജൂൺ വരെ 4ാം ഭാവത്തിൽ കണ്ടകശനി തുടരുന്നതിനാൽ കുടുംബസമാധാനത്തിലും മാതാവിന്റെ ആരോഗ്യത്തിലും അതീവ ജാഗ്രത അനിവാര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഈഗോയും അനാവശ്യ തർക്കങ്ങളും ഒഴിവാക്കി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറില്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വരാൻ ഇടയുണ്ട്. കൂടാതെ സന്താന ഭാഗ്യത്തിനായി പരിശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം. കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോയാൽ 9ലേക്ക് മാറുന്ന വ്യാഴാനുകൂല്യം പ്രയോജനപ്പെടുത്തി തൊഴിൽ വിജയവും സാമ്പത്തിക ഭദ്രതയും നിലനിർത്താൻ ധനുരാശിക്കാർക്ക് സാധിക്കും. ഗ്രഹസ്ഥിതി വ്യാഴം തുടക്കത്തിൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭവും കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങളും ലഭിക്കും. ചിങ്ങത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ തൊഴിൽ അഭിവൃദ്ധി, ഭാഗ്യാനുഭവങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം എന്നിവ പൂർണ്ണമായി കൈവരും. എന്നാൽ വ്യാഴത്തിന് സ്ഥാനബലം കുറഞ്ഞവർ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യക്ലേശങ്ങളും അനാവശ്യ ചെലവുകളും ഉണ്ടാകാതിരിക്കാൻ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ശനി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മീനം രാശിയിൽ 4ലെ കണ്ടകശനി തുടരുകയും 2027 ജൂണോടെ 5ാം ഭാവമായ മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് 4ലെ കണ്ടകശനി മാറുന്നതോടെ കുടുംബത്തിലെ നിരന്തര അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാകും. എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുന്നവർക്ക് മാതാവിനോ മാതൃസ്ഥാനീയർക്കോ ആരോഗ്യ ക്ലേശങ്ങൾക്കും ഗാർഹിക അശാന്തിയും സന്താന കാര്യങ്ങളിൽ തടസ്സങ്ങളും വരാനിടയുള്ളതിനാൽ തികഞ്ഞ ക്ഷമയും ഉചിതമായ പരിഹാരങ്ങളും ആവശ്യമാണ്. രാഹുവും കേതുവും യഥാക്രമം 3-9 ഭാവങ്ങളിലും തുടർന്ന് 2-8 ഭാവങ്ങളിലേക്കും മാറുന്നു. തുടക്കത്തിൽ കർമ്മരംഗത്ത് ധൈര്യവും വിജയവും ലഭിക്കുമെങ്കിലും അടുത്ത മാറ്റത്തോടെ കുടുംബജീവിതത്തിലും സംസാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും അതീവ സംയമനം പാലിക്കേണ്ടതുണ്ട്. പൊതുഫലങ്ങൾ ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും പുതിയ മികച്ച അവസരങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. പുതിയ കരാറുകളും പദ്ധതികളും വഴി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ധനസഹായങ്ങളും ദൂർത്തും ഒഴിവാക്കി നിലവിലെ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര പരീക്ഷകൾക്കും അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങുമെങ്കിലും വിദ്യാർത്ഥികൾ ഏകാഗ്രത നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ധനാഗമത്തിൽ സ്ഥിരതയും വർധനവും അനുഭവപ്പെടുമെങ്കിലും കുടുംബ ആവശ്യങ്ങൾക്കും ചികിത്സകൾക്കുമായി അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. വരവും ചെലവും മുൻകൂട്ടി കണ്ട് കരുതൽ ധനം സൂക്ഷിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ നേരിടേണ്ടി വരാം. ദാമ്പത്യത്തിൽ ഈഗോ ഒഴിവാക്കി വിട്ടുവീഴ്ചകൾ ചെയ്യണം. അല്ലാത്തപക്ഷം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ അകൽച്ചയ്ക്ക് കാരണമായേക്കാം. മാതാവിന്റെയോ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളുടെയോ ആരോഗ്യത്തിൽ പ്രത്യേകം കരുതൽ വേണം. നെഞ്ച് സംബന്ധമായ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൃത്യമായ ദിനചര്യകളും വൈദ്യപരിശോധനകളും മുടക്കരുത്. 4ലെ കണ്ടകശനി കാരണം ഭൂമി, വാഹന ക്രയവിക്രയങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാമെങ്കിലും ആത്മീയ ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും. പ്രാർത്ഥനകളിലൂടെയും വിചാരത്തിലൂടെയും മനഃശാന്തി നിലനിർത്താനാകും. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ. ചിങ്ങം തൊഴിൽ രംഗത്ത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. മുതിർന്നവരുടെ പിന്തുണയും ആത്മീയ യാത്രകളും ഉണ്ടാകും. കന്നി ഔദ്യോഗിക പദവികളിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഒത്തുവരും. തുലാം സാമ്പത്തിക സ്രോതസ്സുകളിൽ വരുമാനം വരുമെങ്കിലും സുഹൃത്തുക്കളുമായുള്ള ധനമിടപാടുകളിൽ ജാഗ്രത വേണം. വൃശ്ചികം കുടുംബപരമായ കാര്യങ്ങൾക്കായി അപ്രതീക്ഷിത ചെലവുകൾ വരാം. നിയമസാധ്യത ഉറപ്പാക്കുക. ധനു വ്യക്തിപ്രഭാവം വർദ്ധിക്കും. അനാവശ്യ മുൻകോപവും പിടിവാശിയും കുടുംബ ബന്ധങ്ങളിൽ ഒഴിവാക്കുക. മകരം സംസാരത്തിൽ പക്വത പുലർത്തണം. ദാമ്പത്യത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക. കുംഭം ആത്മധൈര്യം ഉയരും. തടസ്സപ്പെട്ട് കിടന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ചർച്ചകളിൽ വിജയിക്കുവാനും സാധിക്കും. മീനം മാതാവിന്റെ ആരോഗ്യത്തിൽ കരുതൽ വേണം. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അലച്ചിലുകൾ വരാം. മേടം പഠനത്തിൽ മികച്ച മുന്നേറ്റം സാധ്യമാകും. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ വികാരപരമായ എടുത്തുചാട്ടം ഒഴിവാക്കുക. ഇടവം കടബാധ്യതകൾ ക്രമീകരിക്കാനും ബാങ്ക്, കോടതി കാര്യങ്ങളിൽ വിജയം നേടാനും സാധിക്കും. മിഥുനം ദാമ്പത്യ ബന്ധത്തിൽ ഈഗോ ഒഴിവാക്കണം. ബിസിനസ് പങ്കാളിത്തങ്ങളിൽ സുതാര്യത പുലർത്തുക. കർക്കിടകം ആരോഗ്യപരമായ കാര്യങ്ങളിലും ഔദ്യോഗിക രേഖകളിലും അതീവ ജാഗ്രത വേണം. ധനസഹായങ്ങൾ ഒഴിവാക്കുക. പ്രത്യേക ഗ്രഹമാറ്റങ്ങൾ. മേട വിഷു സംക്രമഫലം. വിദ്യാർത്ഥികൾക്കും ക്രിയാത്മക
രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. സന്താനകാര്യങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം സ്വീകരിക്കുക. വ്യാഴമാറ്റം തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകാമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം. വ്യാഴമാറ്റം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ഔദ്യോഗിക രംഗത്ത് ഉന്നതി, ഭാഗ്യ അനുഭവങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ കൈവരും. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കരുതലോടെ മുന്നേറണം. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ സർവകാര്യ വിജയവും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പാകും. രാഹു കേതു പ്രഭാവം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഔദ്യോഗിക രംഗത്ത് ധൈര്യവും വിജയവും നൽകുമ്പോൾ അടുത്ത മാറ്റത്തോടെ കുടുംബത്തിൽ സംസാരത്തിലെ പക്വതയും ആരോഗ്യത്തിൽ കൃത്യമായ കരുതലും ആവശ്യപ്പെടുന്നു. ശനി സഞ്ചാരവും കണ്ടകശനി മാറ്റവും 2027 ജൂൺ വരെ മീനം രാശിയിൽ തുടരുന്നതിനാൽ കുടുംബ സമാധാനത്തിലും മാതൃക്ഷേമത്തിലും ശ്രദ്ധ വേണം. തുടർന്ന് മേടത്തിലേക്ക് മാറുന്നതോടെ കണ്ടകശനി തീരുമെങ്കിലും പുതിയ സംരംഭങ്ങളിൽ ചിട്ടയായ ആസൂത്രണം പാലിക്കണം. സൂര്യന്റെ നീചസ്ഥിതി തുലാമാസത്തിൽ സുഹൃത്തുക്കളുമായുള്ള ഇടപാടുകളിലും സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തുക. ശനി മൗഢ്യം. മീനത്തിൽ ശനിക്ക് മൗഢ്യം വരുന്ന ഘട്ടത്തിൽ ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങൽ എന്നിവയിലെ സുപ്രധാന തീരുമാനങ്ങൾ വിവേകത്തോടെ കൈക്കൊള്ളുക. ശ്രദ്ധിക്കേണ്ടവ: ദാമ്പത്യ ജീവിതത്തിൽ ഈഗോയും അനാവശ്യ പിടിവാശികളും പൂർണ്ണമായി ഒഴിവാക്കുകയും പങ്കാളിയുമായി തുറന്ന സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്യുക. മാതാവിനോ മാതൃസ്ഥാനീയർക്കോ ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പരിശോധനകളും പരിചരണവും ഉറപ്പാക്കുക. സന്താനഭാഗ്യത്തിനായി പരിശ്രമിക്കുന്നവർ മനപ്രയാസങ്ങൾ ഒഴിവാക്കി വിദഗ്ധ വൈദ്യ സഹായവും ചിട്ടയായ ജീവിത രീതികളും പിന്തുടരുക. തൊഴിൽപരമായ വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾക്കും കടിഞ്ഞാണിടുകയും ദീർഘകാല സമ്പാദ്യ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. കൊല്ലവർഷം 1202 ധനുരാശിക്കാർക്ക് കരിയറിലും സാമ്പത്തിക രംഗത്തും മികച്ച മുന്നേറ്റങ്ങൾ സമ്മാനിക്കുന്നതിനൊപ്പം കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ അതീവ പക്വതയും ക്ഷമയും ആവശ്യപ്പെടുന്ന വർഷമാണ്. ഭാഗ്യഭാവത്തിലെ വ്യാഴസഞ്ചാരം ഔദ്യോഗിക വിജയങ്ങൾ ഉറപ്പാക്കുമ്പോൾ കണ്ടകശനിയുടെയും പഞ്ചമശനിയുടെയും സ്വാധീനം മൂലം ഉണ്ടാകുന്ന കുടുംബ ആരോഗ്യ വെല്ലുവിളികളെ വിവേകത്തോടെയും ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളോടും കൂടി നേരിട്ടാൽ സാമ്പത്തിക ഭദ്രതയോടും സമാധാനത്തോടും കൂടി മുന്നേറാൻ ധനുരാശിക്കാർക്ക് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212